ശ്രീരാജേട്ടാ, കഴിഞ്ഞ ആഴ്ച ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. എൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ ആൾ ഏറ്റവും അധികം ആഗ്രഹിച്ചൊരു വിഷയം നടന്നു. ഭയങ്കര രസമാണ്. അതായത് ആളൊരു കട്ട ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ ആളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് ലാലേട്ടനെ കാണുക, അല്ലെങ്കിൽ ലാലേട്ടനൊപ്പം നിൽക്കുക. ഭയങ്കര ആഗ്രഹമാണ്, അതിയായ ആഗ്രഹം. ആളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ എന്ന് പറയുന്നത് ലാലേട്ടന് ഹിറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം ഒട്ടും ഹിറ്റ് ഉണ്ടായിരുന്നില്ല. മുൻ വർഷം ഹിറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ആദ്യമായിട്ടും ചിരിച്ചു കാണുന്ന അടുത്ത് തുടരും സിനിമ ഇറങ്ങിയപ്പോഴാണ്. എമ്പുരാനും തുടരും എല്ലാം ഇറങ്ങി. ഇപ്പോൾ അവസാനം ഈ പറയുന്ന ഹൃദയപൂർവ്വം ഇറങ്ങുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ. അപ്പം അങ്ങനെ ഈ കഴിഞ്ഞ പൂജവെപ്പിൻ്റെ ദിവസം ആളിങ്ങനെ ആലോചിക്കുകയാണ്. തലേദിവസം റീൽ കണ്ടപ്പോൾ ഇങ്ങനെ ദൃശ്യം 3 ഷൂട്ടിംഗ് ആരംഭിച്ചു. തൊടുപുഴ ഷൂട്ടിംഗ് ഉണ്ട് ഇവിടെ മറ്റേ വീട്ടിൽ. അപ്പോൾ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ലാലേട്ടൻ ഉണ്ടാവും. നമുക്ക് ലാലേട്ടനെ കാണാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. ഒരുപാട് കൺസേൺസ് ഒപ്പം തന്നെയുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, പൂജവെപ്പാണ്. അപ്പോൾ ആ കാണുന്ന സിനിമ സെറ്റിലെ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അന്ന് അവധിയായിരിക്കും. ഒരുപാട് കൺസേൺസ് ഉണ്ട് ആൾക്ക്. അങ്ങനെ ആൾ എന്ത് ചെയ്തു, പോവാം, എന്തായാലും കാണാൻ പോവാം, നോക്കാം ലക്ക് ഉണ്ടെങ്കിലോ. അപ്പോൾ റീലിലൊക്കെ ലാലേട്ടനോട് നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. എക്സ്ട്രീം ഹാപ്പി, എക്സൈറ്റഡ്. അപ്പോൾ ആളെപ്പോലെ തന്നെ കട്ട ഫാനായിട്ടുള്ള നമ്മുടെ മാഷുണ്ട്, ശ്രീകാന്ത് മാഷ്. ആളും കൂടി പോവാണ് ലാലേട്ടനെ കാണാനായിട്ട്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് രാവിലെ ബൈക്കും കയറി ബൈക്ക് എടുത്ത് എന്ത് ചെയ്തു, തൊടുപുഴയ്ക്ക് യാത്ര. അപ്പോൾ ആളുടെ ഉള്ളിൽ ഒരു ചെറിയ തോട്ട്. അന്ന് രാത്രി കേട്ടോ, നമ്മൾ ലാലേട്ടനെ വെറുതെ കാണാൻ പോയി. ഉറപ്പാണ് കാണാൻ പറ്റില്ല, കയറ്റി വിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ കയറ്റി വിടാൻ വേണ്ടി പറ്റുള്ളൂ. കാണാൻ വേണ്ടി ഒരു സാധ്യത പോലുള്ളൂ, ചാൻസ്. അപ്പോൾ ആളെ വെച്ചപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് നമുക്കെല്ലാവർക്കും ഉള്ളൊരു കപ്പാസിറ്റി മനസ്സിലാക്കുന്നത്. ആ നിമിഷം ആളുടെ ആലോചിച്ചു, ലാലേട്ടൻ അമ്മയ്ക്ക് വേണ്ടി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ടുണ്ട്. അപ്പം അച്ഛനെ അവാർഡ് കൊടുക്കാൻ സാധിച്ചില്ല. അയാൾ എന്ത് ചെയ്തു, വരച്ചു. അപ്പോൾ ആൾക്ക് വരയ്ക്കാൻ കഴിവില്ല. ആളുടെ സുഹൃത്ത് ഗംഭീര വരയ്ക്കും. അപ്പോൾ ആ രാത്രി സുഹൃത്തിനെ വിളിച്ചു. ഇത് പറഞ്ഞു വരച്ചിട്ട് വെച്ചു. അപ്പോൾ ആൾ പറഞ്ഞു പറ്റൊന്നുമില്ല, ഈ സമയം കൊണ്ട് പറ്റാനെന്ന് വെച്ചു. അപ്പോൾ ആൾ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ, പറ്റില്ല. ആൾ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത്ര ആഗ്രഹമല്ലേ, എയിൽ ഒന്നൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തരാറ്. അങ്ങനെ എയിൽ ഇങ്ങനെ ലാലേട്ടൻ്റെ അച്ഛന് ലാലേട്ടൻ അവാർഡ് കൊടുക്കുന്നു. അമ്മ ബാക്കിൽ നിൽക്കുന്നു. ഈ ഫോട്ടോ വരച്ച് അയച്ചു കൊടുത്തു. ഇത് നടക്കുന്ന സമയം വെളുപ്പിന് 3 മണിയാണ് കേട്ടോ. അപ്പോൾ 6 മണിക്കാണ് അയച്ചു കൊടുക്കുന്നത്. ആ സമയം ഉറങ്ങാണ്. രാവിലെ ഇട്ട് നോക്കും, വാട്സപ്പിൽ മെസ്സേജ് ഉണ്ട്. നേരെ പോയി ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇവർ തൊടുപുഴയ്ക്ക് യാത്ര ആരംഭിക്കുകയാണ്. രാവിലെ ആരംഭിച്ച് പോകുമ്പോൾ നിങ്ങൾ ലാലേട്ടനെ കണ്ടാലോ കൊടുത്തോ. അപ്പോൾ കാണുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് ആഗ്രഹം ഉണ്ടാവും, ഓട്ടോഗ്രാഫ് വാങ്ങാൻ നമുക്ക്, സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ഈ ഓട്ടോഗ്രാഫ് വാങ്ങാൻ എവിടെ വാങ്ങും? അത് ക്വസ്റ്റ്യനായി. എന്നാൽ പിന്നെ ബുക്കിൽ വാങ്ങാം. ഈ ബുക്കിൽ വാങ്ങുമ്പോൾ ഏത് ബുക്ക്? ഇപ്പോൾ ലാലേട്ടൻ്റെ വല്ല സിനിമയുടെ സ്ക്രിപ്റ്റിൽ നമുക്ക് വാങ്ങാം ഒന്നായി. അല്ലെ, നമ്മുടെ ഈ പറയുന്ന ദൃശ്യത്തിന് സ്ക്രിപ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ക്രിപ്റ്റുള്ള ബുക്ക് ഉണ്ടല്ലോ, അത് വാങ്ങാം എന്നാലോചിച്ചു. അങ്ങനെ ഒരു ബുക്ക് സ്റ്റാളിലെത്തി നോക്കുമ്പോഴാണ് സാനുമാഷ എഴുതിയ ലാലേട്ടനെ പറ്റിയുള്ള ബുക്ക് ഉണ്ടായിരുന്നത്. ഒന്നും ആലോചിച്ചില്ല, ലാലേട്ടന് വേണ്ടി കാണാൻ പറ്റുന്നു ഒരു വിശ്വാസവും ഇല്ല. ലാലേട്ടന് പൈസ ചിലവാക്കുന്നു, പോട്ടങ്ങട്. അങ്ങനെ 2 ബുക്കും വാങ്ങി അവർ പോയി. അവിടെ എത്തി, സ്ഥലത്തി ലൊക്കേഷൻ കാണുമ്പോണ്ടല്ല, ശ്രീകാന്ത് മാഷ് പണ്ട് ദൃശ്യം 1 ഷൂട്ട് ചെയ്യുമ്പോൾ തൊടുപുഴ ഭാഗത്തോടെ പോയപ്പോൾ ഈ വീട് കണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത്. ചുമ്മാ കയറിയിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിയാമായിരുന്നു. അന്ന് കാണാൻ പറ്റിയില്ല. അപ്പോൾ മാഷിനെ ഇരുന്ന സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. ഞാൻ ഇവിടെ അന്ന് ഉണ്ടായിരുന്നത്, അന്നത്തെ കാലത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു പയ്യനെ കണ്ടു, പ്രൊഫഷൻ കണ്ടുള്ള പയ്യനുണ്ടോ. അത് കാണുന്ന പയ്യനോട് ചോദിച്ചു, ലാലേട്ടൻ കാണാൻ പറ്റുമോ, നമ്മളിങ്ങനെ ഒരു ലാലേട്ടൻ്റെ അച്ഛൻ്റെ ഒരു പുരസ്കാരം, അച്ഛന് ലാലേട്ടൻ പുരസ്കാരം കൊടുത്ത ഫോട്ടോ കൊണ്ടുവന്നേക്കാണ്, കാണാൻ വേണ്ടി സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പറ്റില്ല ബ്രോ, നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയം കാണിച്ചു തന്നു. അവിടെ ഒരു വ്യക്തി ചൂണ്ടിക്കാണിച്ചു. അതാണ് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരേട്ടൻ്റെ ഡ്രൈവറെന്ന്. അപ്പോൾ ആളെ കണ്ടു, മനസ്സിലായി. ഒരു മിന്നായ്മ കണ്ടു, അത്രേ ഉള്ളൂ, ജസ്റ്റ് കണ്ടു. പക്ഷെ മുഖം മനസ്സിലായിട്ടില്ല, ഡ്രസ്സ് മനസ്സിലായിട്ടുണ്ട്. വൈറ്റ് ഷർട്ട്, വെള്ളമുണ്ട്, അതുപോലത്തെ പക്കേ നിൽക്കുന്നതാണ്. അപ്പോൾ ആളെ ഇങ്ങനെ കാണണം. അടുത്ത എയിം അതായിട്ട് മാറ്റി. ഇവർ വീണ്ടും ആ കാണുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ ഫ്രണ്ട് നിൽക്കുന്നു. നിറച്ച ആൾക്കാർ. എല്ലാവരും വെറുതെ നിൽക്കുന്നുണ്ട് ചുമ്മാ. അങ്ങനെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വരുന്ന വഴിക്ക് തന്നെ ഇവർ നേരെ അവിടെ സംസാരിക്കണം. ഒരു മടി ഉണ്ടായില്ല. അതായത്, ചേട്ടാ നമ്മളിങ്ങനെ ഫോട്ടോ വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാനായിരുന്നു പറ്റുമോ? അപ്പോൾ അവൾ വെച്ചു, ഒന്ന് കാണിക്കാൻ പറ്റുമോ വെച്ചു. ഒരു മറ്റേ ഫ്രെയിമൊക്കെ ചെയ്ത് ഇങ്ങനെ ഫുള്ള് കെട്ടി വെച്ചേക്കണം. പൊളിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൾ പൊളിക്കണ്ട, എൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാട്സപ്പിലുണ്ടോയെന്ന് വെച്ചു. വാട്സപ്പിലുണ്ട്, കാണിച്ചു കൊടുത്തു. അവൾക്ക് ഇഷ്ടമായി. അപ്പോൾ തന്നെ ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു.
ഫോർവേഡ് ചെയ്തു. പിന്നെ ആൾ പോയി. പിന്നെ ആളെ നമ്മൾ കാണുന്നില്ല കേട്ടോ. അപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു. ഇവർ ചോറിനാകുമ്പോൾ ചോറിന് തിരിച്ചു വന്നു. അവർ ചായ കുടിക്കുന്ന സമയമായി. എന്നാൽ പിന്നെ ഫോൺ നമ്പർ ഉണ്ട്, ഒന്ന് ചുമ്മാ വിളിച്ചു നോക്കാം. എപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോയിട്ട് വരും വിളിക്കാം. ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, സ്വാഭാവികമായിട്ട് മറന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ നിമിഷം ഒരുപാട് വലിയ വലിയ കാർ, ഡിഫൻഡർ പോലത്തെ വലിയ വലിയ കാറുകൾ വരുന്നു, ഇവിടെ നിർത്തുന്നു. ഡ്രൈവർ ഓടി വരുന്നു പുറത്തേക്ക്. അപ്പോൾ ഇവരെല്ലാവരും ആനയിച്ചുകൊണ്ട് വേണ്ടി പോകുന്നു. അപ്പോൾ അത് നമ്മുടെ കേരളത്തിലെ വലിയ ബിസിനസ് മാൻസിൻ്റെ വണ്ടികളാണ്. അവർ നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലാലേട്ടൻ കിട്ടിയപ്പോൾ ആദരിക്കേണ്ട ഒന്നാണ് ബേസിക്കലി. അപ്പോൾ ആ നിമിഷം ഇവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിൽക്കട്ടെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഞെട്ടിപ്പോയി, കാരണം ആൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് വിഷയം. അങ്ങനെ അത് കഴിഞ്ഞു. അതിന് ശേഷം ഇവർ കുറച്ചും കാത്തു നിന്നു. കുറച്ച് നേരത്തിന് ശേഷം അവിടെ പ്രൊഫഷൻ കൺട്രോൾ പറയാണ് ആ 2 പേരെ കയറ്റിടാൻ പറഞ്ഞു. ആ വൈറ്റ് ഷർട്ടും ആ ബ്ലാക്ക് ഷർട്ടും വരാൻ പറഞ്ഞു. ഇവർ നേരെ കയറിപ്പോയി സ്ഥലത്തിരിക്കാൻ പറഞ്ഞു. ബാക്ക് സൈഡിൽ വരുന്നു ആ വീടിൻ്റെ. നോക്കുന്ന സമയത്ത് അവിടെ ജിത്തു ജോസഫ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഉള്ളോട്ട് കയറാൻ പറഞ്ഞു. കയറി ലാലേട്ടൻ അവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. ലാലേട്ടൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ വീട്ടിൽ ഞാൻ ലാലേട്ടൻ്റെ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ലാലേട്ടൻ എന്ത് ചെയ്യുന്നു, റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പറയുന്നതാണ്, ഞാൻ റൂമിൽ ഫ്രണ്ട് നിൽക്കുമ്പോൾ ആ ഡോറിൻ്റെ അപ്പോൾ ലാലേട്ടനാണ്. എനിക്ക് ആ ഡോറൊക്കെ പേടിയാവുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ വളരെ അകലെയിരുന്നതും സ്ക്രീനിൽ മാത്രം കണ്ട വ്യക്തിയാണ് ലാലേട്ടൻ. അത്ര ആഗ്രഹമായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് പക്ഷേ ഇപ്പോൾ ആളൊരു ഡോറിൻ്റെ അപ്പുറം നിൽക്കുന്നു, തുറക്കാൻ പേടിയായിരുന്നു. അപ്പോൾ തന്നെ ലാലേട്ടൻ്റെ മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കാൻ ആൾക്ക് മനസ്സിലായി, ഇതാണ് ലാലേട്ടൻ മേക്കപ്പ് മാൻ, നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ പ്രൊഫഷണൽ ആൾ പറഞ്ഞു. അങ്ങനെ മേക്കപ്പ് മാൻ വന്ന് ഡോർ തുറന്നു. അങ്ങനെ ഒരു ഉള്ളോട്ട് കയറി നിൽക്കുന്ന സമയത്ത് നേരെ ഫോട്ടോ കണ്ടു. ലാലേട്ടൻ ചോദിച്ചു, കൊള്ളാം, അച്ഛൻ പക്കയാണ്, അമ്മ കുറച്ച് പോരാ എന്ന് പറഞ്ഞാണ്. ആൾ ഭയങ്കര എന്താ പറയുക, ക്യാഷ്വലായിട്ട് സംസാരിക്കുന്നു. അടുത്ത കാര്യമാണ് ഇവർ അത്ഭുതപ്പെടുത്തുന്നത്. ഫോട്ടോ ഉണ്ടെന്ന് ചോദിച്ചു. ആൾ ചോദിക്കുന്നു, ഫോട്ടോ കൊണ്ടുവരുന്നു. ഈ റൂമിനകത്തുള്ളത് ഒന്ന് ലാലേട്ടൻ മേക്കപ്പ് മാൻ, 2 എന്ന് പറയുന്നത് പെരുമാവർ, ആൻഡ്രി പെരുമാറുണ്ട്. പിന്നെ അടുത്ത് ലാലേട്ടൻ ക്യാമറമാൻ, 4 പേര് കേട്ടോ. പിന്നെ ഇവർ 2 പേരും 6 പേര്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്ത് നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കണം ഗ്ലെയർ അടിക്കണ്ടോ. കാര്യം ഫോട്ടോമേ സൂര്യപ്രകാശം കാരണം ഗ്ലെയർ അടിക്കാൻ ചാൻസ് ഉണ്ടല്ലോ, ഗ്ലെയർ എടുക്കുന്നുണ്ടോ. ഇത് കേട്ടപ്പോൾ ഇവർ 2 ഞെട്ടിപ്പോയി. കാരണം നമ്മൊരു ഫോട്ടോ എടുക്കുമ്പോൾ എന്താ ചെയ്യുക, ഫോട്ടോ എടു. ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് സിമ്പിളായിട്ട് ഈ ഗ്ലെയർ പോലും ഇവർക്ക് കൂടി ചിന്തിക്കുന്നു. മറ്റുള്ള പ്രസക്തിയിൽ അതൊക്കെയാണ് ആ മനുഷ്യന് ഏറ്റവും വലിയ നമുക്കൊരു എന്താ പറയുക, നമ്മൾ എല്ലാവരും അങ്ങനെ കാണുന്നതും ആരാധിക്കാൻ കാരണം. അവിടെ സ്വഭാവം കൂടി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോട്ടോ എടുത്തു. അപ്പോൾ ഗ്ലെയർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ പറഞ്ഞു ഗ്ലെയർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മേക്കപ്പ് മാൻ നേരെ പോയി അവിടെ എവിടെയാണ് സൂര്യരശ്മി വരുന്നു അടച്ച് തുണികൊണ്ട്. അതിന് ശേഷം ഫോട്ടോ എടുത്തു. അപ്പോൾ എല്ലാവരും ആഗ്രഹമായിരിക്കും ഒറ്റയ്ക്കൊരു ഫോട്ടോ വേണമെന്ന്. എങ്ങനെ ചോദിക്കുമെന്ന് അറിയില്ല. അപ്പോൾ ലാലേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു, ഒറ്റയ്ക്ക് ഫോട്ടോ വേണം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചാടിക്കറി ഒന്ന് ഫോട്ടോ എടുത്തു. അതിനുശേഷം പിന്നീട് ചോദിച്ചു, ഒരു ബുക്ക് കാണിച്ചു കൊടുത്തു. ബുക്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യം എഴുതി, അതായത് പ്രിയപ്പെട്ട കൃഷ്ണകാന്തിന് സ്നേഹപൂർവ്വം ലാലേട്ടൻ. ഇത് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല, ഒറ്റ കാര്യം മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത്രയും ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ആൾ എഫേർട്ട് എടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. ആ എഫേർട്ട് അവസാനം റിസൾട്ട് എത്തുകയും ചെയ്തു. ഇത് തന്നെയാണ് എല്ലാവരുടെ ജീവിതത്തിൽ ബേസിക്കലി ഉണ്ടാകുന്നത്. ഇത് ലാസ്റ്റ് വീക്ക് നടന്ന ഒരു ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്തുണ്ടായ സംഭവം മാത്രമാണ്. ഇങ്ങനെ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും പറയാം, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ ഇത്തരത്തിൽ കുറച്ച് എഫേർട്ട്, സുഖം എന്ന് പറയില്ല, എഫേർട്ട് എടുത്തുകൊണ്ട് കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. ആലോചിക്കാനുള്ള ശേഷി ആവശ്യമുണ്ട്. കൃത്യമായിട്ട് അവൻ ആലോചിച്ചിരുന്നു എന്ത് വേണമെന്ന്, എന്ത് കൊടുത്താലാണ് അവിടെ കയറാൻ വേണ്ടി സാധിക്കാമെന്ന് ആലോചിച്ചു. ശരിക്കും ആ ഫോട്ടോ ഇതല്ലാന്ന് ഇരിക്കാം, വേറെ എന്തായിട്ടും കാര്യമില്ല. ആലോചിക്കുക, വേറെ ഒന്നും കാര്യമില്ല. അവിടെ കാണുന്ന ഫോട്ടോ കറക്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്, കറക്റ്റ് ചിന്താഗതിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എഫേർട്ട് ആവശ്യമുണ്ട്, ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ പറയുന്ന പഠന സമയത്തൊക്കെ തന്നെ ഇരിക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന പലരും ഉണ്ടാവും, അറിയാൻ പറ്റും. എന്തായാലും എല്ലാവരും പറയും പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കിട്ടൂലാന്ന്. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മളെന്ത് ചെയ്യുന്നില്ല, പഠിക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് എന്താണ്, പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് പിന്നോക്കം പോയേക്കാം, നമുക്ക് ചിലപ്പോൾ കിട്ടില്ല, വീണ്ടും വായിക്കാം. നമ്മൾ വായിക്കുക, ആ കാണുന്ന പിക്ചർ മെമ്മറി നമ്മൾക്ക് ഉണ്ടാക്കുക, ആൻഡ് ദെൻ ഒബ്വിയസ്ലി വി ക്യാൻ ക്രാക്ക് എനിത്തിങ്, എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും.